ആളുകളും പരാജിതരാണ് എന്ന് കാലവും ചരിത്രവും സാക്ഷിയാക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ പഞ്ചായത്തിലെ പൊതുജനം ഇത് ഐക്യജനാധിപത്യ മുന്നണിയെ ഈ പഞ്ചായത്തിനെ ഏൽപ്പിക്കേണ്ടത് ഉണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അത് സ്വീകരിക്കാൻ, അത് ഏറ്റെടുക്കാൻ, ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സന്നദ്ധരായിരിക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ട നമ്മുടെ ജില്ല, നമ്മുടെ വാർഡിലെ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളിവിടെ ഉണ്ട്. അവരെയൊക്കെ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥി നിരന്തരമായിട്ട് നമുക്ക് വളരെ അഭിമാനകരമായ ഒരവസ്ഥയിലാണ് ജില്ലാ സ്ഥാനാർത്ഥി ഉള്ളത്. കാരണം കഴിഞ്ഞ ഒരു സമയത്ത് ഒരു MLA-യുടെ പകുതി ജോലി നിർവഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു മെമ്പറോട് ഉണ്ടായിരുന്ന ജില്ലാ ഡിവിഷൻ 100% പരാജയമാണ് എന്ന് CPM പോലും സമ്മതിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. ഈ രാജ്യത്ത് നടക്കേണ്ട ഒട്ടേറെ വികസന പദ്ധതികൾക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മലപ്പുറം ജില്ലയിൽ 25 കോടി രൂപയിലധികം ചെലവഴിച്ചത് ഈ ജില്ലയിലാണ്, നിറവരത്തൂരിലെ ബ്ലോക്ക് ഡിവിഷനിലാണ്, അത് ജില്ലാ ഡിവിഷനിലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു MLA-യോളം അല്ലെങ്കിൽ MLA-യുടെ പകുതിയോളം ജോലി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ സ്ഥാനത്തെ കൈപിടിച്ചുയർത്തിയ ആളുകളായി പെട്ടതായിരുന്നു ഈ ജില്ലാ ഡിവിഷൻ മെമ്പർ. തീർത്തും പരാജിതരായിട്ടാണ് നടക്കുന്നത്. അവിടെയാണ് ഒരു പ്രിയപ്പെട്ട സഹോദരി KSUയുടെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള, വിദ്യാർത്ഥിനിയായിട്ടുള്ള, കേവലം ചെറിയ പ്രായത്തിലുള്ള, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, അതിലുപരി കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയം കൃത്യമായി പഠിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ അവരെ ഏറ്റെടുക്കണം. നമ്മുടെ നാട്ടിന്റെ, അത് ഈ രാജ്യത്തിന്റെ, നമ്മുടെ നാട്ടിന്റെ നന്മയുടെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർ നല്ല ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്തയച്ചാൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഉയരാൻ അവർക്ക് കഴിയുമെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ട് സകലവിധ കുതന്ത്രങ്ങളും സകലവിധ മോശപ്പെട്ട പ്രവണതകളും വ്യക്തിഹത്യകളും നടത്തിയിട്ട് മാത്രമാണ് CPM മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യവും അവർക്ക് പറയാനില്ല. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയുന്നില്ല. പഞ്ചായത്ത് മുതൽ പഞ്ചായത്തും MLA-യും പിന്നെ ജില്ലാ ഡിവിഷനും ബ്ലോക്ക് ഡിവിഷനും എല്ലാം ഉണ്ടായിട്ടും ഗവൺമെന്റ്